BMW 3 സീരീസ് ആണ്. ചെറിയ കട്ടർ റോഡിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വലിയ ഇടിയോ സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. ഹായ് എവരിവൺ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന 2010 മോഡൽ BMW ആണ്. അപ്പോൾ വളരെ മനോഹരമായുള്ളൊരു BMW ആണ്. അപ്പോൾ ഈ ഒരു വെഹിക്കിൾ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ റീസണബിളായുള്ള പ്രൈസിൽ നമുക്ക് ഈ ഒരു വാങ്ങാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. അപ്പോൾ ഈ വെഹിക്കിൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇത് ആക്ച്വലി ഇതൊരു BMW 3 സീരീസ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത്, ഫസ്റ്റ് ഓണർ സിംഗിൾ ഓണർ ആയുള്ള ഒരു വെഹിക്കിളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഭംഗി നമ്മൾ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് കാര്യം നല്ല രീതിയിൽ തന്നെ ഓണർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല, കമ്പനി മെയിൻറ്റെയിൻഡ് ആണ്. ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ടോട്ടലി മെയിൻറ്റെയിൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ പക്കയായിട്ട് തന്നെ ഈ ഒരു വെഹിക്കിൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പൊ അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു കീസ് മീൻസ് അന്ന് മുതൽ മീൻസ് ഏകദേശം ഇന്ന് വരെയുള്ള എല്ലാ വെഹിക്കിൾസിനും കോമൺ ആയിട്ട് കാണുന്ന കീ സ്ലോട്ട് ആണെങ്കിലും സെയിം തന്നെയാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും 2010 മുതൽ തന്നെയുണ്ട്. അതേപോലെ തന്നെ സ്ക്രീൻ നോബ് അഡ്ജസ്റ്റ്മെന്റ്, ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ മീൻസ് ഈ ഒരു വെഹിക്കിളിന് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ്. എന്തായാലും ഒരു സ്പോർട്ട് വെഹിക്കിൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മളിന്ന് ഡ്രൈവ് ചെയ്യുന്നത് BMW 3 സീരീസ് ആണ്. അപ്പോൾ എന്തായാലും ഇത് 2010 മോഡലാണ്. ഓക്കെ, 2010 മോഡലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടും കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിൾ കൂടിയാണ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ചെറിയ കട്ടർ റോഡിലേക്ക് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വലിയ ഇടിയോ സൗണ്ടോ കാര്യങ്ങളൊന്നും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല. വളരെ ഫ്രീ ആയിട്ടും വളരെ റിലാക്സ് ചെയ്തും ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണെങ്കിലും വളരെ പങ്ക്ച്വലായിട്ട് തന്നെ ഗിയർ സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാര്യം ഗിയർ ഷിഫ്റ്റിംഗ് കറക്റ്റ് RPM ബേസിൽ അത് മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെ കസ്റ്റമർ മെയിൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെയാണ് RPM വേരിയേഷൻ ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ ഗിയർ സിസ്റ്റം കാര്യങ്ങളൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വെഹിക്കിൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോ നിങ്ങൾക്ക് ഡയൽ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് എന്തായാലും സജസ്റ്റ് ചെയ്യാം. ഈ പ്രീമിയം വെഹിക്കിൾസിന് ഉപരി ഒത്തിരി വെഹിക്കിൾസ് എന്തായാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെഹിക്കിൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു BMW നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ 2010 മോഡലാണ്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വെഹിക്കിളാണ്. അതേപോലെ തന്നെ ഇത് നമ്മൾ കാണുന്ന ഈ ഒരു ഫ്രണ്ട് സൈഡ് ആണെങ്കിലും അതേപോലെ തന്നെ വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കാണാനായിട്ടില്ല. പിന്നെ അത് മാത്രമല്ല സിംഗിൾ ഓണറാണ്. അത് മാത്രമല്ല ഇത് ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ BMW കോമൺ ആയിട്ട് വരുന്ന ഗ്രില്ല് കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളൊരു വെഹിക്കിളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈഡ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് വേറെ സ്ക്രാച്ചസ്, ഡെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിന് കാണാനില്ല. അതേപോലെ തന്നെ ഇത് ടോട്ടലി ഓടിയിരിക്കുന്നത് 80,000 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ടയർ പുതിയ ടയറാണ് കിടക്കുന്നത്. ടയർ എന്തായാലും മാറ്റിയിട്ടുണ്ട്, റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. 4 ടയറും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അലോയ് വീല് ഒറിജിനൽ അലോയാണ് ഇതിൽ കിടക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ വേറെ റീപ്ലേസ്മെൻറ്റോ ഗ്ലാസ് റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാനില്ല. അതേപോലെ തന്നെ ഇത് സൺറൂഫ് വരുന്നൊരു മോഡലാണ്. സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്, ഈ ഒരു വെഹിക്കിളിന്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സൈഡ് വ്യൂവിലും അത്യാവശ്യം കാണാൻ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പ് എൻഡ് വേരിയൻ്റാണ്. അപ്പോൾ ഇത് ഹൈലൈൻ എന്ന് പറയുന്നൊരു വേരിയൻ്റ്, അതായത് ടോപ്പ് എൻഡ് വേരിയൻ്റാണ് വരുന്നത്. അതേപോലെ തന്നെ അത്യാവശ്യം മനോഹരമായുള്ള രീതിയിൽ തന്നെ 2010 അതേ 2007 മുതൽ ഏകദേശം 11, 12 വരെ ഒരേ രീതിയിലുള്ള മോഡൽസാണ് വരുന്നത്. അതേപോലെ തന്നെ കാണാനും വളരെ നല്ല രീതിയിൽ തന്നെ ഫസ്റ്റ് ഓണർ നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. വേറെ ഡാമേജസോ വേറെ ഡെൻറ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിൽ വരുന്നില്ല. നമുക്ക് ടോട്ടലി മൊത്തത്തിൽ നമ്മൾ നോക്കുന്ന സമയം നമുക്ക് അറിയാൻ സാധിക്കും. ഈവൻ നമുക്ക് ബാഡ്ജിങ് ആണെങ്കിലും ഒറിജിനൽ തന്നെയാണ്, വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കളറിൻ്റെ കാര്യത്തിലും വേറെ ഫെയ്ഡൊന്നും ആയിട്ടില്ല. കാര്യം അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നുണ്ട്. വേറെ
ഒരു പ്രശ്നവും തന്നെ ഈ ഒരു വെഹിക്കിളിനെ കാണാനില്ല. അതേപോലെ തന്നെ ബാക്ക് ടെയിൽ ലാമ്പ് ആണെങ്കിലും ഒറിജിനൽ ടെയിൽ ലാമ്പ് തന്നെയാണ് ഇതിൽ ഇരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് വ്യൂ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിലും ഈ സൈഡും വളരെ മനോഹരമായുള്ള നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു സൈഡും കൂടി ഇരിക്കുന്നത്. വേറെ ഡാമേജസോ വേറെ ഡെൻറ്റോ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിനെ ഈ സൈഡിൽ നമുക്ക് കാണാനില്ല. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിൾ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ നെഗോഷ്യബിൾ ആയുള്ള പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ട്രസ്റ്റ് ചോയ്സിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ഒരു വെഹിക്കിൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വളരെ നമുക്ക് നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാം. എന്തായാലും ഞാൻ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രൈസും മറ്റുള്ള ഡീറ്റെയിലും കാര്യം നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. കാര്യം ഈ ഒരു വെഹിക്കിളിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ചെറിയ റേറ്റിൽ തന്നെയാണ് ഈ ഒരു വെഹിക്കിൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഫസ്റ്റ് ഓണറാണ്, ഞാൻ എസ്പെഷ്യലി സംസാരിക്കുകയാണ്. ഫസ്റ്റ് ഓണറാണ്, കമ്പനി സർവീസാണ്. നമുക്ക് മീൻസ് ടോട്ടലി 80,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. അതിൻ്റേതായ പെർഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെഹിക്കിളിനെ നമുക്ക് ഇൻറ്റീരിയർ സൈഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കാര്യം നമുക്ക് അത്യാവശ്യം ഈ ഒരു 2010 എന്നുള്ള മോഡൽ നമ്മൾ ഡിപ്പെൻസ് അത്യാവശ്യം വൃത്തി കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിനെ കാണാനുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റിയറിംഗിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഫ്രണ്ട് ഡാഷ്ബോർഡ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ക്ലസ്റ്റേഴ്സൊക്കെ നമുക്ക് പഴയ ടൈപ്പ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഫിനിഷിങ്ങും അതേപോലെ തന്നെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഫസ്റ്റ് ഓണർ 2010 മുതൽ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല ഇത് ഈ ഒരു ടോപ്പ് എൻഡ് വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും തന്നെയുണ്ട്. സീറ്റ് അഡ്ജസ്റ്റബിൾ, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലോങ് ഡ്രൈവിനൊക്കെ നമുക്ക് യൂസബിൾ ആയിട്ടുള്ള നമുക്ക് സെൻറ്റർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സീറ്റും കൂടിയാണ് ഈ ഒരു വെഹിക്കിളിൽ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ലൈറ്റ്, അതേപോലെ തന്നെ നമുക്ക് വാഷർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വെഹിക്കിളിൽ വരുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു വെഹിക്കിളിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ നോക്കുന്ന സമയത്ത് AC കൺസോൾ വരുന്നുണ്ട്. അതേപോലെ തന്നെ സെൻറ്റർ നമുക്ക് അത്യാവശ്യം ബൂട്ട് സ്പേസ് വരുന്നൊരു വെഹിക്കിളാണ്. നമുക്ക് ഇരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ നമുക്ക് കോമൺ ആയിട്ടുള്ള എല്ലാ വെഹിക്കിൾസിനും നമുക്ക് കാണുന്ന പോലെ അത്ര സ്പേസ് ഇല്ല എങ്കിലും നമുക്ക് അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ പറ്റുന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയാം. ഒരു സ്പോർട്ടി വേരിയൻ്റാണ് 3 സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വെഹിക്കിളിന് എന്തായാലും ഉണ്ട്. നമുക്ക് ഈ ഒരു വെഹിക്കിളിൻ്റെ എൻജിൻ ഹുഡ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻജിൻ സൈഡ് ആണെങ്കിലും ആക്ച്വലി കമ്പനി സർവീസ് ആയതുകൊണ്ട് നമുക്ക് വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഈ ഒരു വെഹിക്കിളിന് കാണാനില്ല. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുന്ന സമയത്ത് അറിയാൻ സാധിക്കും. വളരെ പെർഫെക്റ്റ് ആയിട്ട്, കാര്യം കമ്പനിയിൽ സർവീസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു വെഹിക്കിൾ എന്തായാലും സൂക്ഷിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം, കാര്യം വേറെ റീപ്ലേസ്മെൻറ്റോ സ്പാനറോ കൊണ്ട് തൊടുകയോ കാര്യങ്ങളൊന്നും യൂസൊന്നും ചെയ്തിട്ടില്ല. അതേപോലെ വളരെ നല്ല രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, എഞ്ചിൻ്റെ സൈഡ് കാര്യങ്ങൾ നമ്മൾ ടോട്ടലി നമ്മൾ നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം നീറ്റുണ്ട്. 2010 എന്നുള്ളൊരു മോഡൽ, അതും പ്രീമിയം വെഹിക്കിൾ ഡിപ്പെൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഈ ഒരു ഓണർ എന്തായാലും യൂസ് ചെയ്തിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല ബോണറ്റ് ആണെങ്കിലും നമുക്ക് ആക്ച്വലി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതേപോലെ തന്നെ നമുക്ക് ഹുഡിൻ്റെ സസ്പെൻഷൻ ആണെങ്കിലും അത്യാവശ്യം കൊള്ളാം. കാര്യം ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം ഇത് ഓപ്പൺ ചെയ്തും ക്ലോസ് ചെയ്തൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ പോകേണ്ടതാണ്. പക്ഷേ അതും നല്ല രീതിയിൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇരിക്കുകയാണ്.
എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു BMW 3 സീരീസിൻ്റെ കാര്യത്തെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വെഹിക്കിളിനെ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ പ്രീമിയം കാർഡ്സ് മാത്രമല്ല, നമുക്ക് നിരവധി കാർഡ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വെഹിക്കിൾ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഇല്ലാതെ നമുക്ക് നോക്കിയെടുക്കാൻ, അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ആരെയും കൊണ്ടുവരേണ്ട ആവശ്യം പോലും ഇല്ല. കാര്യം നമുക്ക് വിശ്വസിച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയുള്ള ബെൽ ബട്ടൺ അമർത്തിയാൽ മാത്രമേ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.